മലയാളത്തിലെ ഒരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ സജീവമാവുന്ന മൂവിയാണല്ലോ അഡിയക്സ് എന്ന ചിത്രത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തിൽ മാസങ്ങൾക്ക് മുന്നേ തന്നെ സിനിമയുടെ ടൈറ്റിൽ കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ദുൽഖർ സൽമാൻ ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. ആ ഒരു അപ്ഡേറ്റിന്റെ പോസ്റ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. വാസ് ഇൻ ദ ഗെയിം അൺവീൽ ഇൻ ദ ലൈനപ്പ് എന്നാണ് ഈ ഒരു പോസ്റ്ററിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് 6 മണിക്കാണ് ഇതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം വരിക എന്നാണ് ഈ ഒരു പോസ്റ്ററിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് വന്നതോടുകൂടെ DQ ഫാൻസ് എല്ലാം ആവേശത്തിലായിട്ടുണ്ട്. കുറെ ദിവസങ്ങളായിട്ടുണ്ട് ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഷൂട്ട് കാര്യങ്ങളെല്ലാം തുടങ്ങുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്നല്ലാതെ തുടങ്ങുന്ന കാഴ്ചയൊന്നും കാണാൻ സാധിച്ചില്ലായിരുന്നു. ഇപ്പം എന്തായാലും അതിനൊരു തീരുമാനമായിട്ടുണ്ട്. ഷൂട്ട് കാര്യങ്ങളെല്ലാം ഉടൻ തുടങ്ങും എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ചിത്രത്തിൽ പെപ്പെ എത്തുന്നു എന്നുള്ള റൂമേഴ്സ് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പെപ്പയുടെ ക്യാരക്ടർ കൺഫേം ചെയ്യുന്ന ഒരു പോസ്റ്റർ അയക്കാം ഇന്ന് വരിക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ചിലർ പറയുന്നത് ഐ ആം ഗെയിം എന്ന ചിത്രത്തിലെ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ അപ്ഡേറ്റ് ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ദുൽഖർ സൽമാൻ പങ്കുവെക്കുക എന്നുള്ളത്. എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു അപ്ഡേറ്റ് വരാൻ. 2 ദിവസങ്ങൾക്ക് മുന്നേ വന്ന മറ്റൊരു അപ്ഡേറ്റ് ആയിരുന്നു മെയ് 3-ാം തീയതി തിരുവനന്തപുരത്ത് ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഷൂട്ട് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും എന്ന് കേരള കൗമുദിയാണ് ഈ ഒരു അപ്ഡേറ്റ് 2 ദിവസങ്ങൾക്ക് മുന്നേ പുറത്തുവിട്ടത്. ഈ ഒരു റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാൻ പങ്കുവെച്ച അപ്ഡേറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഷൂട്ട് കാര്യങ്ങളൊന്നും ഇനി അധികം നീണ്ടു പോവാൻ സാധ്യതയില്ല. ഉടൻ തന്നെ ചൂടോടുകൂടി സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം ആരംഭിക്കും. ഇന്ന് മെയ് ദിനമാണ്, തൊഴിലാളി ദിനമാണ്. അതുകൊണ്ട് തന്നെ പുതിയ തൊഴിൽ ചെയ്യുന്നതിനെ കുറിച്ചും നൽകുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ ഏറ്റവും ബെസ്റ്റായ ടൈം തന്നെയാണ് ഇന്ന്. കാത്തിരിക്കാം ഇന്ന് 6 മണിക്ക് DQ പങ്കുവെക്കുന്ന പുത്തൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്.